പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 3:16 മുതലുള്ള വചനമാണ്. അതായത് ബൈബിളിൻ്റെ ആകത്തുക അല്ലെങ്കിൽ രത്നച്ചുരുക്കം എന്നൊക്കെ പറയുന്ന മനോഹരമായ വചനം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്നവർ അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് വിശ്വസിക്കുക? നിന്റെ പാപങ്ങൾ അവൻ ഏറ്റെടുത്തു എന്ന്. നിന്റെ പാപങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്റെ ഹൃദയം നിർമ്മലമായി എന്നാണ്. നിന്റെ ഹൃദയം നിർമ്മലമാണോ? കുഞ്ഞുങ്ങളെപ്പോലെ നിർമ്മലമാണോ? ആരോടെങ്കിലും ഒരു കൊച്ചു വിരോധം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പോഴും? അങ്ങനെയാണെങ്കിൽ എങ്ങനെയത് നിർമ്മലമാണെന്ന് പറയുന്നത്? ഒരു ചെറിയ പൊട്ട് ആണേലും അതവിടെ ഉണ്ടെങ്കിൽ അത് അശുദ്ധമാണ്. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നീ അവൻ വിശ്വസിക്കുന്നില്ല എന്നാണ്. നിൻ്റെ പാപം അവൻ ഏറ്റെടുത്തില്ല എന്നാണ്. നിൻ്റെ പാപം ഏറ്റെടുത്തു എന്ന് നീ വിശ്വസിച്ചാൽ നിൻ്റെ ഹൃദയം നിഷ്കളങ്കമാണ്. നിനക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുന്നു. കാരണം നീ കുഞ്ഞുങ്ങളെപ്പോലെയായി മാറി, നിഷ്കളങ്കമായ ഹൃദയമുള്ള ഒരവസ്ഥയിലെത്തി. അതിനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം. വിശ്വാസം ശക്തിപ്പെടാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.